ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം വൻ വിജയമായി മാറിയെന്ന് മന്ത്രി പി രാജീവ്. ഉച്ചകോടിയുടെ സമാപന ചടങ്ങ് നടക്കുമ്പോഴും താൽപ്പര്യപത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ പട്ടിക പുറത്തുവിടുമെന്നും മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ഉച്ചകോടിയിലൂടെ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 374 കമ്പനികളിൽ നിന്നായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള താൽപ്പര്യപത്രങ്ങളാണ് ഒപ്പുവച്ചിരിക്കുന്നത്. അന്തിമ പട്ടികയിൽ എണ്ണവും തുകയും ഉയരും. ഫോളോ അപ്പിനായി പ്രത്യേക സംവിധാനം ഉണ്ടാകും. 50 കോടി രൂപയിൽ താഴെ നിക്ഷേപം വ്യവസായ ഡയറക്ടറേറ്റ് വഴി ഫോളോ അപ്പ് ചെയ്യും. വ്യവസായ ഡയറക്ടറേറ്റിൽ ഒരു പ്രത്യേക ടീമിനെ സജ്ജമാക്കും. 50 കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പ്രോജക്റ്റുകൾ KSIDC വഴി ഫോളോ അപ്പ് ചെയ്യും. KSIDCയിൽ തുടർ നടപടികൾക്കായി പ്രത്യേക ടീമും ഓരോ ടീമിൻ്റെ നേതൃത്വത്തിനായി 7 ഓഫീസർമാരെയും നിയോഗിക്കും. ടീമിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലെ മികവാർന്ന പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്താനാണ് സർക്കാർ തീരുമാനം. ആഗോള നിക്ഷേപകരുടെ അഭ്യർത്ഥന മാനിച്ച് ഉച്ചകോടി വർഷത്തിൽ നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിക്ഷേപക ഉച്ചകോടിയെപ്പറ്റി പലരുടെയും മനോഭാവം മാറ്റി. ആളുകൾ അനുകൂല സമീപനം സ്വീകരിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളും പിന്തുണ നൽകി. ചിലർ നിക്ഷേപത്തെയും വികസനത്തെയും ലളിതവൽക്കരിക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നത് പോലെയല്ല നിക്ഷേപവും വികസനവും. വർക്ക് ഫ്രം ഹോം എന്ന മാതൃകയിൽ വർക്ക് ഫ്രം കേരള എന്ന പുതിയ സങ്കല്പം ഉണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ആഗോള നിക്ഷേപക ഉച്ചകോടിയിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ: അദാനി ഗ്രൂപ്പ് 30,000 കോടി, ആസ്റ്റർ ഗ്രൂപ്പ് 850 കോടി, ഷറഫ് ഗ്രൂപ്പ് 5,000 കോടി, ലുലു ഗ്രൂപ്പ് IT സെക്ടറിൽ നിക്ഷേപിക്കും. ആരോഗ്യരംഗത്ത് കൃഷ്ണ ഗ്രൂപ്പ് 3,000 കോടി, ടാറ്റ ബോട്ട് നിർമ്മാണ രംഗത്തേക്ക്, പൊളക്കുത്ത് നാരായണൻ റീനെ മെഡിസിറ്റി 500 കോടി, NRI പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് 5,000 കോടി, മൊണാർക്ക് 5,000 കോടി, പോളിമേറ്റേഴ്സ് 920 കോടി, പ്യാരിലാൽ 920 കോടി, NRG കോർപ്പറേഷൻ 3,600 കോടി, മലബാർ ഗ്രൂപ്പ് 3,000 കോടി 3 പദ്ധതികളിലായി, ഫാക്ട് 1,500 കോടി, ഊരാളുങ്കൽ 600 കോടി, ടോഫിൾ 5,000 കോടി, ചെറി ഹോൾഡിംഗ്സ് 4,000 കോടി, അഗോപ്പെ 500 കോടി, ഫോർഡ് 2,500 കോടി, കൊച്ചുതൊമ്മൻ ഫിലിം സിറ്റി 1,000 കോടി, രവിപിള്ള ഗ്രൂപ്പ് 2,000 കോടി, ആൽഫ അവഞ്ചേഴ്സ് 500 കോടി, ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടി എന്നിങ്ങനെയാണ് നിക്ഷേപങ്ങൾ.